അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹൃദയരായ SKSF മീഡിയ ഗ്രൂപ്പിലുള്ള കർമ്മോത്സകരായ പ്രവർത്തകർ, അല്ലാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന നാൾവഴികളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്തയുടെ സമ്മേളനത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. ഇനി സമസ്തയുടെ സമ്മേളനത്തിൽപ്പെട്ടതാണ് മീൻചന്ത സമ്മേളനം. എന്താണ് ഇതൊരു സമ്മേളനം? സമസ്തയുടെ 17ാം വാർഷിക സമ്മേളനമാണ് ഈ മീൻചന്ത സമ്മേളനം. കോഴിക്കോട് മീൻചന്തയിൽ വെച്ച് നടന്നതാണ്. 1947 മാർച്ച് 15, 16, 17 തീയതികളിലായിരുന്നു ഈ മഹത്തായ സമ്മേളനം നടന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ കൂട്ടാൻ വേണ്ടി സ്വീകരണ സംഘം രൂപീകരിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് വാദപ്രതിവാദത്തിന് കേരള ജംഇയ്യത്തുൽ ഉലമയെ ക്ഷണിച്ചുകൊണ്ട് മീൻചന്ത സമ്മേളനത്തിന്റെ സ്വീകരണ സംഘക്കാർ എന്താക്കി? കത്തിൽ അന്നത്തെ വഹാബി ആശയങ്ങൾ വിവരിച്ചതിന് ശേഷം ഇങ്ങനെ ഇത്തരം വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന മൗലവിമാർ ഉൾക്കൊള്ളുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ സംഘത്തിന് ഈ വാദങ്ങൾ ഇസ്ലാമികമാണെന്ന് രേഖാമൂലം തെളിയിക്കുവാൻ ഒരുക്കമാണെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ കർമ്മോത്സകരായ പ്രതിഭാശാലികളായ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അവരുടെ തലയെടുപ്പുള്ള ആളുകളുമായിട്ട് എന്താകാൻ നമുക്കൊരു വാദപ്രതിവാദം നടത്താം. സത്യവും അസത്യവും വേർപിരിക്കാൻ ഞങ്ങൾ എന്താക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, പാമര ജനങ്ങളെ ചൂഷണം ചെയ്തു വരുന്നതായ നിങ്ങളുടെ മുന്നിൽ സത്യവും അസത്യവും വേർപിരിച്ച് പാവപ്പെട്ട ജനങ്ങളിലേക്ക് കാണിക്കൽ പണ്ഡിത ബാധ്യതയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെടുകയും കാര്യശേഷിയുള്ള പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ ലഅനത്ത് അവരുടെ മേൽ ഇറങ്ങുമെന്നാണ്. ഈ കാര്യം ബോധ്യവുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 17ാം വാർഷിക സമ്മേളനത്തിൽ ഒരു തീരുമാനമാണ് വാദപ്രതിവാദം നടത്താനുള്ള തീരുമാനം. എന്നിട്ട് അയച്ച ആ കത്തിലാണ് പറയുന്നത്, ഇത്തരം വാദങ്ങൾ, അവരുടെ മുജാഹിദിന്റെ വാദങ്ങൾ വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തരം വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന മൗലവിമാർ ഉൾക്കൊള്ളുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനയ്ക്ക് ഈ മേൽപ്പറഞ്ഞ വാദങ്ങൾ ഇസ്ലാമികമാണെന്ന് രേഖാമൂലം തെളിയിക്കുവാൻ ഒരുക്കമാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പ്രതിനിധികൾ, തെരഞ്ഞെടുക്കപ്പെട്ടതായ പ്രതിനിധികൾ തമ്മിൽ വാദപ്രതിവാദം നടത്തി സത്യാസത്യം വെളിപ്പെടുത്താം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രസ്തുത വാർഷിക യോഗത്തിന്റെ പിറ്റേന്ന് മുതൽ വാദപ്രതിവാദം യോഗം നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. സമ്മേളനത്തെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ നിയന്ത്രിച്ചുകൊള്ളാം. അതേപോലെ തന്നെ അതിൽ പരിപൂർണമായി സമാധാനം പാലിക്കണമെന്ന് അണികളോട് ഞങ്ങൾ എന്താക്കാം പറയാം. സമാധാനം പാലിക്കുമെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരുകയും തരാം. നിങ്ങളുടെയും സമസ്തയുടെയും പ്രതിനിധികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കണ്ടുവരുമ്പോൾ നമുക്ക് പൊതുവെ അറിയാലോ, വാദപ്രതിവാദത്തിന് വരുമ്പോൾ ചിലപ്പോൾ സദസ്സിൽ നിന്ന് അളക്കം ഉണ്ടാവും, അലങ്കോലപ്പെടലുണ്ടാവും. അപ്പൊ അതൊന്നുമില്ലാതെ എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ എന്താക്കാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്രകാരം നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഈ നോട്ടീസ് കിട്ടി 10 ദിവസത്തിനുള്ളിൽ താഴെ കാണുന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് അറിയിക്കണം. ഈ നോട്ടീസ് അയക്കുന്ന 10 ദിവസം അയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി 10 ദിവസത്തിൽ. ആരാണ് ഈ താഴെ കാണുന്നത് എന്നത്? ഒന്ന്, കെ ഇംബിച്ച് അഹമ്മദ് എന്ന് പറയുന്ന സ്വീകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ്. രണ്ടാമത്തത് നെരിമുക്കിൽ അഹമ്മദ് കുട്ടി എന്നു പേരുള്ളതായ സെക്രട്ടറിയാണ്. സ്വീകരണ സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മീൻചന്ത PO കല്ലായി. ഈ അഡ്രസ്സിലേക്ക് ഈ കത്ത് കിട്ടിയിട്ട് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അയച്ചു തരണമെന്ന് പറഞ്ഞു.
എന്നാൽ വിദഅത്തുകാരുടെ ആ തനി നിറം അവിടെ നിന്ന് പുറത്താക്കുകയാണ്. വാദപ്രതിവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് കേരള ജമഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയായ VP ഉബൈദുള്ള മൗലവിയാണ് അന്ന് മറുപടി കത്തയച്ചത്. മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷനായിട്ടന്ന് മൗലാന ഷേഖ് ആദം ഹസ്രത്തായിരുന്നു അന്ന് മീൻചന്ത സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അധ്യക്ഷന്റെ അറബി ഭാഷയിലുള്ളതായ പ്രസംഗം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാറാണ് പരിഭാഷപ്പെടുത്തിയത്. സമ്മേളനത്തിൽ സമസ്തയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് സംഘടനയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, ഉലമാ ഉമറ ബാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് മൗലാന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചു. മൗലാന ടി കുഞ്ഞായി മുസ്ലിയാർ, മൗലാന സദഖത്തുള്ള മുസ്ലിയാർ, മൗലാന കണ്ണിയത്ത് ഉസ്താദ് എന്നിവർ യഥാക്രമത്തിൽ ഇസ്തിഗാസ, തൗഹീദ്, കറാമത്ത് എന്നീ വിഷയങ്ങളെ പഠനാർഹമായ പ്രസംഗങ്ങൾ നടത്തി. ഇസ്തിഗാസയിലൂടെ ഇസ്തിഗാസ പാടില്ല എന്ന് പറയുന്ന ബിദഈകൾക്ക് മറുപടിയായി, അതേപോലെ തൗഹീദ് അറിയാത്ത ബിദഈകൾ ആ തൗഹീദിന് മറുപടിയായിട്ട്, അതേപോലെ തന്നെ കറാമത്ത് നിഷേധിക്കുന്നവർക്ക് അതിനൊക്കെ പാമര ജനങ്ങളിലേക്ക് ഇതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കടത്തിക്കൊടുക്കുന്നതായ നിലയിൽ മഹാന്മാരായ ഈ ഉസ്താദുമാർ, സദഖത്തുള്ള ഉസ്താദ്, അതേപോലെ തന്നെ കണിയത്ത് ഉസ്താദ്, അതേപോലെ മഹാനായ മൗലാന കുഞ്ഞായി മുസ്ലിം, ഇവരൊക്കെ ഇതിനെ കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെയാണ് ഈ മഹത്തായ ഈ സമ്മേളനം, ഇങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിലുള്ള ഒരു സമ്മേളനം നടക്കുന്നത്. സമസ്തയുടെ 17ാം വാർഷിക സമ്മേളനം നടന്നത് 1947 അതിന്റെ പേര് മീൻചന്ത സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹു തആല കൂടുതൽ സമസ്തയെ മനസ്സിലാക്കാനും സമസ്തയെക്കുറിച്ച് അറിയാത്തവരിലേക്ക് എത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പൊറുക്കുമാറാവട്ടെ. നമ്മൾ ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നാടുകളിൽ. അല്ലാഹു എല്ലാവർക്കും ശിഫാ നൽകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.